നമസ്കാരം എല്ലാ കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് വിഷാദ രോഗവും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ഹർഷയാണ്. ഹലോ ഡോക്ടർ. ഹലോ. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് കേട്ട് വരുന്ന ഒരു പ്രശ്നമാണ് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഡിപ്രഷൻ? ഡിപ്രഷൻ എന്ന് പറയുമ്പം മനസ്സിന് വിഷമം തോന്നുക. വിഷമം എന്ന് വെച്ചാൽ സാധാരണയായിട്ട് എല്ലാവർക്കും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ സർക്കംസ്റ്റാൻസ് വെച്ചിട്ട് ഉണ്ടാവാം, പ്രശ്നമില്ല. ബട്ട് തീരെ സങ്കടം തോന്നുക എന്ന് വെച്ചാൽ ദിവസം മുഴുവൻ സങ്കടം തോന്നുന്നു, ഒന്നും ചെയ്യാനൊരു മനസ്സില്ലാത്ത പോലെ, കുറച്ച് കാലമായിട്ട് ഒന്നും ചെയ്യാനൊരു മനസ്സില്ലാത്ത പോലെ, ആരോടും സംസാരിക്കാനൊരു മൂഡില്ല, ഒന്നും ചെയ്യാനൊരു മൂഡില്ല. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഉറക്കം, അത് കൂടുതലും ആവാം, ഉറക്ക് തീരെ കുറവും ആവാം, രണ്ട് രീതിയിലും വരാം. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്. അപ്പം ഇതൊക്കെയാണ് സാധാരണ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ്റെ സിംറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വിഷാദരോഗം വരാം, അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് ഒരു വ്യക്തിനെ വിഷാദരോഗത്തിലേക്ക് നയിക്കുന്നത്? ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഒരു പാരമ്പര്യമായിട്ട് ചെറിയൊരു ചാൻസ് ഫാക്ടർ ഉണ്ട്. സോ ഡിപ്രഷൻ ജസ്റ്റ് ലൈക്ക് ബാക്കിയുള്ള അസുഖങ്ങൾ പോലെ ഡിപ്രഷനും പാരമ്പര്യമായിട്ട് ഒരു ചാൻസ് ഫാക്ടർ ആയിട്ടുണ്ട്. നിർബന്ധമില്ല. സോ അത് കൂടാണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തെങ്കിലും സ്ട്രെസ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി ജോബ് സ്ട്രെസ്, വർക്ക് പ്ലേസിൽ ആരെങ്കിലും കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ തന്നെ വീട്ടിലെ പ്രോബ്ലംസ്. അപ്പം അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതൊക്കെ ദേ ആർ റീസൺസ് വൈ എന്തുകൊണ്ട് ഒരാൾക്ക് ഡിപ്രഷൻ വരാം. പിന്നെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ ചില സമയത്ത് ഇതൊന്നും ഇല്ലാണ്ടും വരാം. ഇതൊന്നും ഇല്ലാണ്ട് പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്ന ഒരാൾക്കും വിഷാദരോഗം വരാം. അപ്പം ഇങ്ങനത്തെ ആൾക്കാർക്കാണ് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം കുറച്ചായിട്ടാണ് അവരിങ്ങനെ വിഡ്രോ ചെയ്ത് പോകുന്നത്. അവരുടെ ഒരു സ്വന്തം ഒരു ഷെല്ലിനകത്തേക്ക് പോകുന്ന പോലെയാണ് കുറച്ചായിട്ട് പോവുക. സോ അത് കുറച്ച് കാലം കഴിയുമ്പം ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും മനസ്സിലാവും ഇങ്ങനത്തെ ഒരു പ്രശ്നം, എന്തോ ഒരു പ്രോബ്ലം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഡോക്ടർ, എപ്പോഴാണ് നമ്മൾ ഇതൊരു വിഷാദ രോഗം അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു സഹായം തേടേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അറ്റ്ലീസ്റ്റ് ഈ ഒരു തീർത്തും ഒരു കൂടുതലായിട്ടുള്ളൊരവസ്ഥ ഒരു 2 വീക്സിൽ കൂടുതൽ നിൽക്കുവാണെങ്കിൽ അപ്പം എന്തായാലും ഹെൽപ്പ് സീക്കണം. ചെറിയ തോതിലാണെങ്കിൽ പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഗ്രീഫ് എന്ന് വെച്ചാൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ഒരു 2 ആഴ്ച മുതൽ ഒരു 6 മാസം വരെ ഇതിന് പുറത്തേക്ക് വരാൻ ഇച്ചിരി വിഷമങ്ങളുണ്ടാവും. പക്ഷേ ഈ ഒരവസ്ഥ, ഈ തീരെ അസുഖത്തിലേക്ക് പോയൊരവസ്ഥ ഒരു 2 വീക്സിൽ കൂടുതലായിട്ട് കാണുവാണെങ്കിൽ അപ്പം ഇറ്റ്സ് ടൈം ടു സീക്ക് ഹെൽപ്പ്. അപ്പം നമ്മളിപ്പോൾ നമ്മൾ സീക്ക് ഹെൽപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ സമയത്ത് നമ്മളൊരു വൈദ്യസഹായം തേടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് മെഷർ എടുത്തില്ലെങ്കിൽ ഇതെന്തൊക്കെ പ്രശ്നത്തിലേക്ക് നയിക്കാം ഈ വിഷാദരോഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ മൈൽഡ് ഡിപ്രഷൻ ആയിട്ടുണ്ട്, മോഡറേറ്റ് ഡിപ്രഷൻ ആയിട്ടുണ്ട്, സിവിയർ ഡിപ്രഷൻ ആയിട്ടുണ്ട്. സിവിയർ ഡിപ്രഷൻ തന്നെ അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. സോ മൈൽഡ് ഡിപ്രഷന് സാധാരണ നമ്മൾ ട്രീറ്റ്മെൻറ്റേ കൊടുക്കാറില്ല. സാധാരണ തന്നെത്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കൗൺസിലിംഗ് ചെയ്താലോ അങ്ങനെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം മോഡറേറ്റ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ മേ ബി തെറപ്പി അലോങ് വിത്ത് മൈൽഡ് മെഡിക്കേഷൻസ്. സിവിയർ ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഡിപ്രഷൻ അങ്ങേയറ്റെത്തുമ്പം അത് സൈക്കോട്ടിക് സ്റ്റേറ്റിലും പോവാം. ഞാനീ പറഞ്ഞ പോലെ പേടിയും, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പേടി, ചെവിയിൽ ഒച്ച കേൾക്കുന്നത്, സംശയങ്ങൾ, അതും ആവാം. അതൊരു പാർട്ടാണ്. പിന്നെ ഒരു പാർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂയിസൈഡൽ ഐഡിയാസ് വരാം. സോ ഈ സൂയിസൈഡൽ ഐഡിയാസ് എന്ന് പറയുമ്പം നമ്മളത് പറയുമ്പോൾ തന്നെ നമ്മളത് കുറച്ച് കെയർഫുള്ളായിരിക്കണം. ബിക്കോസ് എപ്പോഴാണ് മനുഷ്യന് എന്താ ചെയ്യേണ്ടതെന്ന് തോന്നുക അത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഒരു നിമിഷത്തെ കാര്യമാണ്. ആ ഒരു നിമിഷത്തിൽ ആളുടെ ഒരു ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല. സോ സൂയിസൈഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അതിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ സൂയിസൈഡിൽ നമുക്ക് എന്തെങ്കിലും വാർണിംഗ് സൈൻസ് ഉണ്ടാവാറുണ്ടോ? ഒരു ഡിപ്രഷനുള്ള ഒരാൾ സൂയിസൈഡിലേക്ക് പോവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നതിനൊരു വാർണിംഗ് സൈൻസ് ഉണ്ടാവാറുണ്ടോ? പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെന്നെ പറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മരിക്കാൻ തോന്നുന്നു, എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു, മതിയായി. ഈ ഒരു കാര്യങ്ങളൊക്കെ യൂഷ്വലി ആൾക്കാർ പറയുന്നതാണ്.
ആൻഡ് അത് കൂടാണ്ട് ചില ആൾക്കാർ ഇപ്പം സീരിയസ് ആയിട്ട് മരിക്കണം എന്ന് അത്രയും ഒരു വിൽ പവറോടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ വിൽപ്പത്രാക്കുക, ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു ഗുഡ് ബൈ പോലെ എന്തെങ്കിലും പറയാം. സോ ഇതൊക്കെ ഒരു എന്താ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാർണിംഗ് സൈൻസ് ആണ്. അത് കൂടാണ്ട് ചില ആൾക്കാർ സെൽഫ് ഹാം അറ്റംപ്റ്റ്സ് നടത്തും. എന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു 10 ടാബ്ലറ്റ് എടുത്ത് കഴിക്കുക അങ്ങനെ. സോ ഈ സെൽഫ് ഹാം അറ്റംപ്റ്റ്സ് ഉള്ള ആൾക്കാർക്ക് പ്രോപ്പർ സൂയിസൈഡിലേക്ക് പോകാനുള്ള ചാൻസസും ടെൻഡൻസീസും കൂടുതലാണ്. ട്രൈ ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അതെ, അത് നമ്മൾ പ്രോപ്പറായിട്ട് ആ സമയത്ത് മെഷേഴ്സ് എടുത്തിട്ടില്ലെങ്കിൽ അത് പിന്നെയും അവർ ട്രൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഡോക്ടർ, നമ്മളിപ്പോൾ ഈ വിഷാദ രോഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ വളരെ വിഷമിച്ച് എപ്പോഴും കരഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ പോലെ വിഡ്രോ ചെയ്ത ഷെല്ലിലേക്ക് മാറുന്ന ഒരാളാണ്. പക്ഷെ എപ്പോഴും വിഷാദ രോഗമുള്ള ഒരാൾ അങ്ങനെയാണോ? അല്ല, ബിക്കോസ് ചില സമയത്ത് നമുക്ക് പുറത്ത് കാണുമ്പം ഇവർക്ക് ഒരു രോഗമുണ്ടോ എന്ന് പോലും മനസ്സിലാവില്ല. പുറത്ത് കാണുമ്പം നല്ല ചിരിച്ച് കളിച്ച് സംസാരിച്ച് നടക്കുന്ന ഒരാളായിരിക്കാം, ബട്ട് ഉള്ളിൽ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക്, ഫാമിലി മെമ്പേഴ്സിനോ ആരാ കൂടെ നിൽക്കുന്നത്, അവർക്ക് എന്തായാലും ചെറിയ മാറ്റങ്ങൾ വരുമ്പം മനസ്സിലാവുമല്ലോ. ആൻഡ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന സമയത്തും. ആൻഡ് എസ്പെഷ്യലി ഫീമെയിൽസിനെ കുറിച്ച് പറയുമ്പം മെൻസ്ട്രേഷൻ്റെ ടൈമിലും അത് കൂടാണ്ട് മെനോപോസിൻ്റെ ടൈമിലും ഹോർമോണൽ ചേഞ്ചസ് വരുമ്പം ഇതുപോലെ ഡിപ്രഷനൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ആ ഒരു ടൈമിൽ അവർക്ക് തന്നെ അറിയാം ദറ്റ് എന്തോ ഇറ്റ്സ് ഗോയിങ് റോങ്, എന്തോ പ്രശ്നമുണ്ട്, എനിക്കൊരു മൂഡില്ല, ഒന്നും ചെയ്യാനൊരു മനസ്സില്ല എന്ന് അറിയാം. സോ അറ്റ് ദാറ്റ് ടൈം മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഡിപ്രഷൻ്റെ പേഷ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് പറയുമ്പം നമ്മളൊരു ചെവി കൊടുക്കണം. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വിടാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും പറയുന്നത് നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുക? അതെ അതെ, ചിലപ്പം അത് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമാകുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ അതെ. അപ്പോൾ ഡോക്ടർ, എങ്ങനെ നമ്മളിപ്പം വിഷാദരോഗത്തിനെ കുറിച്ച് ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് ഈ കൂടെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പം ഇങ്ങനെ ഒരു വിഷാദരോഗമുള്ള ഒരാൾ എങ്ങനെയാണ് കൂടെയുള്ളവർക്ക് സഹായിക്കാൻ പറ്റുക? ഓക്കെ, ഒന്ന് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വിഷാദ രോഗം എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഫസ്റ്റ് തിങ് ഇസ് ഹെൽപ്പ് സീക്ക് ചെയ്യുക. കാരണം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തായാലും വേണം. ആൻഡ് സെക്കൻഡ് തിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും വർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലോട്ട് വേറെ കാര്യങ്ങളിലേക്ക് മനസ്സിടാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഒന്ന് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻറ്റാണ് ഡിപ്രഷന്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. ഈ എൻഡോർഫിൻസ് എന്ന് വെച്ചാൽ ഫീൽ ഗുഡ് ഹോർമോൺസ്. നമുക്ക് ഉന്മേഷം കിട്ടുന്നത് നമ്മുടെ ബോഡീൻ്റെ സ്വന്തം ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. സോ അത് എക്സസൈസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഒരു ഡിപ്രഷനെ പ്രിവെൻറ്റ് ചെയ്യാനും ഡിപ്രഷനിലുള്ള ഒരാൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടും ഉള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എക്സസൈസ്. പിന്നെ ലിസൺ എന്ന് വെച്ചാൽ എപ്പോഴും ആൾ പറയുന്നതിനോട് അറ്റ്ലീസ്റ്റ് ഒരു ചെവി കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ആൻഡ് ഇത് എപ്പോഴെങ്കിലും ആൾ സൂയിസൈഡിനെ കുറിച്ചൊക്കെ പറയുമ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നോക്കുക. ആൾക്ക് എന്താണ് പ്രശ്നം, എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, സോ അതൊക്കെ ഒന്ന് ഇരുന്ന് മനസ്സിലാക്കാൻ നോക്കുക. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ സെറ്റാവും. അപ്പോൾ ഡോക്ടർ, ഈ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? അതായത് പലർക്കും ഉള്ളൊരു സംശയമാണ് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും, അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണോ അതോ ഓരോ പേഷ്യൻറ്റിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ്, എങ്ങനെയാണ്? യൂഷ്വലി എനി സൈക്യാട്രിക് ഇൽനെസ് ഇപ്പം നമ്മൾ കൂടുതലായിട്ടുള്ളത് അല്ലാണ്ട് നോക്കുമ്പം ബാക്കിയുള്ള സാധാരണയായിട്ടുള്ള സൈക്യാട്രിക് ഇൽനെസ് എല്ലാം പേഷ്യൻറ്റ് ബേസ്ഡ് ആണ്. ഓരോ പേഷ്യൻറ്റിനനുസരിച്ചിട്ട് ഓരോന്ന്. ഇപ്പം നമ്മളൊരു ഡിപ്രഷൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ മൈൽഡ് മോഡറേറ്റ് സിവിയർ ആയിട്ട് വരും. അപ്പോൾ മൈൽഡ് ഡിപ്രഷന് മേ ബി ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമേ വരില്ല. ഒരു മോഡറേറ്റ് ഡിപ്രഷൻ ഒക്കെ ആകുമ്പം മേ ബി ഒരു മൈൽഡ് ഡോസ് ഓഫ് ആൻറ്റി ഡിപ്രസൻസ്. അത് കൂടാണ്ട് നമുക്കിപ്പം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറഞ്ഞിട്ട് തെറപ്പീസ് ഉണ്ട്. സോ അതിലെന്ന് വെച്ചാൽ എങ്ങനെ കോപ്പിംഗ് സ്കിൽസ്, സ്ട്രെസ്സായിട്ട് എങ്ങനെയാണ് കോപ്പ് ചെയ്യാം, പിന്നെ എങ്ങനെയാണ് മുന്നിലോട്ട് പോവുക, പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇപ്പം ഒന്ന് ഡിപ്രഷന് പുറത്തേക്ക് വരുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് തിരിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് യു, തെറപ്പിസ്റ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. ആൻഡ് സിവിയർ ആയിട്ടുള്ളത് എന്തായാലും മെഡിസിൻസ് ആവശ്യം ഉണ്ടാവും. സിവിയർ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം തെറപ്പീസിലെ കൂടെ മാറ്റാൻ പറ്റുന്നതായിരിക്കില്ല.
ഓൾവേസ് മെഡിസിൻ തെറപ്പീസ് ഒരുമിച്ച് പോകുന്നത് നല്ലതാണ്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ രണ്ടും. അപ്പം മെഡിസിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് എന്താ പറയുക എഫേർട്ട് ഇടുവാണെങ്കിലാണ് എക്സസൈസും കാര്യങ്ങളൊക്കെ ദാറ്റ് ഹെൽപ്സ്. ആൻഡ് ലൈഫ് ലോങ് ആയിരിക്കില്ല ട്രീറ്റ്മെൻറ്റ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ടൈം ഒറ്റ പ്രാവശ്യം മാത്രം ഡിപ്രഷൻ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മേ ബി ഒരു 6 months to 1 year 1 year ആണ് സാധാരണ പറയാറ്. 6 months to 1 year മാത്രമേ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുള്ളൂ. ബട്ട് ഇപ്പം മോർ ദൻ വൺസ് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മേ ബി അത് സെക്കൻഡ് ടൈം വരുമ്പം ഒരു 2 to 5 years ആണ് സാധാരണ പറയാറ്. പിന്നെ 2 times കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ യെസ് മേ ബി അത് ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരും. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഷ്യൻറ്റ് ടു പേഷ്യൻറ്റ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ വിഷാദ രോഗം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അതിന് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റഡ് അല്ലാത്തതിന് സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇന്നത്തെ നമ്മുടെ ഈ മാറി വരുന്ന ജീവിത സാഹചര്യത്തിൽ വളരെയധികം പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഈ സ്ട്രെസ്. അല്ലെങ്കിൽ എന്താ പറയുക, ജോലി സംബന്ധമാവാം, നമ്മുടെ വീടുകളിലെ പ്രശ്നങ്ങൾ സംബന്ധമാവാം. എന്താണ് ഈ സ്ട്രെസ്? അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ? ഇപ്പോഴത്തെ കാലത്ത് ആക്ച്വലി മെൻ്റൽ ഇൽനെസ്സസും മെൻ്റൽ ഇഷ്യൂസും കൂടാനുള്ള വൺ മെയിൻ റീസൺ തന്നെ സ്ട്രെസ് ആണ്. ആൻഡ് നമ്മുടെ ഇപ്പോഴത്തെ ജോലികളും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ രാവിലെ തുടങ്ങുന്ന ജോലി വൈകുന്നേരം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുക. സോ ഇതൊക്കെ ഒരു സ്ട്രെസ് ഫാക്ടറാണ്. ആൻഡ് ഈ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളിൽ തുടങ്ങുന്നുണ്ട് ഈ ഒരു ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്നതും ഈ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതും. സോ സ്ട്രെസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. എസ്പെഷ്യലി ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ വരാൻ സ്ട്രെസ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. അപ്പം സ്ട്രെസ് എന്ന് പറയുമ്പം നമുക്ക് കോപ്പിംഗ് സ്കിൽസ്, ചില ആൾക്കാർക്ക് കോപ്പിംഗ് സ്കിൽസ് കുറച്ച് കൂടുതലുണ്ടാകും, ചില ആൾക്കാർക്ക് കോപ്പിംഗ് സ്കിൽസും കോപ്പിംഗ് മെക്കാനിസം ഇച്ചിരി കുറവായിരിക്കും. സോ അത് സ്ട്രെസ്സുമായിട്ട് കോപ്പ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് ദ മെയിൻ തിങ് അബൌട്ട് സ്ട്രെസ്. അപ്പോൾ കോപ്പിംഗ് ഹൗ ടു കോപ്പ് വിത്ത് സ്ട്രെസ് എന്ന് ആണെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞില്ലേ, എക്സസൈസ് ഒന്ന്, പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക. അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുന്ന ടൈം എന്താണ്, ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ സ്വന്തം ഒരു ഹോബീസോ സ്വന്തം എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഒരു ടൈം എടുക്കുക. റിലാക്സ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കുക. ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുക. സോ ഓൾ ദീസ് തിങ്സ് ഹെൽപ്പ് വിത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെസ് റിലീഫ്. ഓക്കെ. അപ്പോൾ ഡോക്ടർ, നമ്മൾ കോപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നതാണ്, ഇവന് പ്രശ്നമൊന്നുമില്ലല്ലോ, നിനക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം. അങ്ങനെ ഒരേ സ്ട്രെസ് സിറ്റുവേഷനിൽ തന്നെ പല ആൾക്കാർ പല രീതിയിലായിരിക്കും ഇത് ചെയ്യാമെന്ന് ഡോക്ടർ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പലരും മനസ്സിലാക്കാതെ പോകുന്നില്ലേ? അതെ, പോകുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഞാനിപ്പോൾ കുട്ടികളുടെ കാര്യം പറയുമ്പം എല്ലാ കുട്ടികൾക്കും കോപ്പിംഗ് മെക്കാനിസം ഒരുപോലെ ആയിരിക്കില്ല. അതവരെ വളർന്ന സാഹചര്യം ആവാം, ചെറിയ പ്രായത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താ സ്കൂളിൽ അവരുടെ പിയേഴ്സ് ബാക്കിയുള്ള കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്സ് വെച്ചാവാം. സോ കോപ്പിംഗ് സ്കിൽസ് ഓരോ ആൾക്ക് ഡിഫറെൻ്റ് ആണ്. ബട്ട് നമുക്ക് കോപ്പിംഗ് സ്കിൽസ് കുറച്ച് എന്താണ് കൂട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ ചെറിയ പ്രായം മുതലേ നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും കൊടുത്ത് ചെയ്ത് ശീലിപ്പിക്കാൻ പാടില്ല. ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടിക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പം ഒരു കുട്ടിയായിട്ട് അടിയായി അല്ലെങ്കിൽ അപ്പം ആ സമയത്ത് തന്നെ പെട്ടെന്ന് പോയി അതൊക്കെ എല്ലാ കാര്യങ്ങളും പേരൻസ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ കോപ്പിംഗ് സ്കിൽസ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. സോ കുട്ടികൾ പഠിക്കണം അവരെ എങ്ങനെയാ കോപ്പ് ചെയ്യേണ്ടത്, സ്വന്തമായിട്ട് എങ്ങനെയാണ് അവർ കാര്യങ്ങളും പ്രോബ്ലംസും സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കുട്ടികൾ പഠിക്കണം. സോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു +2 ഒക്കെ കഴിഞ്ഞാൽ ഇപ്പം സ്കൂൾ കോളേജിൽ പോകുന്ന കുട്ടികൾ ഓൾവേസ് ബെറ്റർ നമ്മളിപ്പോൾ കുട്ടികളെ ഒന്ന് ഹോസ്റ്റലിൽ വിടുകയെന്ന് വെച്ചാൽ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കോപ്പിംഗ് സ്ട്രാറ്റജിയാണ്. കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവും, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. സോ അതൊക്കെ പേരൻസിൻ്റെ കയ്യിൽ നിന്നാണ് കുറേയൊക്കെ വരേണ്ടത്. കുട്ടികൾ എങ്ങനെയാണ് ഈ കോപ്പിംഗ് പഠിക്കേണ്ടതെന്ന്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ദം. അവർ പിന്നത്തെ ജീവിതത്തിൽ അത് അവരെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ എത്രത്തോളം പാമ്പർ ചെയ്യുന്നോ എല്ലാം നമ്മൾ ഇതാക്കി കൊടുക്കുന്നു അത്രത്തോളം നമ്മളത് ശരിക്കും അവരെ മോശമാക്കി വരികയാണ് അല്ലേ? അതെ. സോ
മോശത്തിനെക്കാട്ടും കൂടുതൽ അത്രമാത്രം നമ്മൾ അവരുടെ ലൈഫ് സ്കിൽസ് നമ്മൾ കുറച്ചു കൊണ്ടുവരുവാണ്. അപ്പോൾ ഡോക്ടർ, എങ്ങനെയൊക്കെയാണ് ഈ സ്ട്രെസ് ബാധിക്കുന്നത്, അല്ലെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈ സ്ട്രെസ് കൂടുമ്പോൾ? ഒന്നിപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ഡിപ്രഷൻ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ആങ്സൈറ്റി വരാം, സ്ട്രെസ് കൂടുതൽ വരുമ്പം ആങ്സൈറ്റി വരാം. ഇപ്പോൾ പല കുട്ടികളും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാം ടൈമിൽ എക്സാം സ്ട്രെസ്. അപ്പം എക്സാം സ്ട്രെസ് വെരി മച്ച് എവ്രി വൺ, എല്ലാവരും എക്സാം സ്ട്രെസ്സിലെ കൂടെ ഒക്കെ പോയിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് കുട്ടികളെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുമ്പം, കൂടുതൽ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താ, ആ കുട്ടിക്ക് ഇത്ര റാങ്ക് ഉണ്ട്, ഈ കുട്ടിക്ക് ഇത്ര റാങ്ക് ഉണ്ട്, കമ്പാരിസൺ ഒക്കെ വരുമ്പം ആ എക്സാം സ്ട്രെസ്സും ടെൻഷനും ഒരു 2 times 3 times കൂടുതലാണ് കുട്ടികൾക്കാവുന്നത്. സോ ആങ്സൈറ്റി എന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് സിംറ്റംസ് ഉണ്ടാകും. ഇപ്പം ഭയങ്കര പേടി തോന്നും. ഇപ്പം ആ ഒരു നമ്മുടെ എക്സാം ഫീൽഡിനെ നോക്കിക്കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ഭയങ്കര പേടി. ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് കൈവറക്കാൻ തുടങ്ങും, എന്തൊക്കെയോ ആയി പോകുന്നുള്ള ഒരു. സോ അതാണ് ആങ്സൈറ്റീൻ്റെ ഒരു സയൻസ്. അപ്പം ആങ്സൈറ്റി ഒരു ലെവല് വിട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ ഒരു വലിയൊരു ഭാരമായിട്ട് തോന്നും. സോ സ്ട്രെസ് കൊണ്ട് വരുന്നത് വൺ മേജർ പ്രോബ്ലം ഈസ് ആങ്സൈറ്റി. പിന്നെ അത് പറഞ്ഞ പോലെ ഡിപ്രഷൻ, പിന്നെ ഉറക്കില്ലായ്മ. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ സ്ട്രെസ്സിനെ കുറിച്ച് വന്നപ്പോൾ നമ്മൾ പലതവണ ഇപ്പോൾ കേട്ടൊരു വേർഡാണ് ആങ്സൈറ്റി, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ ആങ്സൈറ്റി, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ആങ്സൈറ്റിയുടെ പ്രശ്നം ഉണ്ടാകുന്നത്? ആങ്സൈറ്റീൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞില്ലേ, ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഒരു പേടി. ചില സമയത്ത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും ഇല്ലാണ്ടൊരു പേടിയാവാം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് എക്സാമിൻ്റെ റിലേറ്റഡ് ആങ്സൈറ്റി ആണ്. പക്ഷേ ഈ ആങ്സൈറ്റി ഒന്നും ഇല്ലാണ്ടും വരാം. വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പേടി തോന്നും, അല്ലെങ്കിൽ ദിവസം മുഴുവൻ ഒരു പേടി, ഒരു നെഞ്ചിടിപ്പ് കൂടുതൽ, എന്തൊക്കെയോ ഇപ്പം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു വെപ്രാളം പോലെ, ഒരു സ്ഥലത്ത് ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്ത പോലെ. സോ ആൻഡ് പെട്ടെന്ന് വിയർക്കാൻ തുടങ്ങും, കൈ വറക്കാൻ തുടങ്ങും. സോ ഇതൊക്കെ ആങ്സൈറ്റീൻ്റെ ഓരോ സയൻസ് ആണ്. അപ്പം യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് പെട്ടെന്ന് അത് ആങ്സൈറ്റി ആണ് എന്നുള്ള കാര്യം മനസ്സിലാവില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് വരുന്നത് യെസ്, ഓക്കെ ഫൈൻ. പക്ഷെ കാരണം ഇല്ലാണ്ട് വരുന്നത് നമ്മൾ സാധാരണ കാർഡിയോളജിസ്റ്റിന്റെ അടുത്താണ് സാധാരണ പേഷ്യൻസ് ശാരീരിക പ്രശ്നമാണെന്ന് ശാരീരിക പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് സാധാരണ ആൾക്കാർ അവിടെ എത്താറ്. പിന്നെ അവിടുന്ന് കണ്ട് വേണം ഇങ്ങോട്ടേക്ക് തിരിയാൻ. ഡെഫിനറ്റ്ലി ഈ നെഞ്ചിടിപ്പ് കൂടുന്ന സമയത്തൊക്കെ ഡെഫിനറ്റ്ലി ആൾക്കാർ അങ്ങനെ വിചാരിക്കുള്ളൂ. ഇറ്റ് ഈസ് അത്. സോ ആങ്സൈറ്റീൻ്റെ പ്രശ്നം അങ്ങനെയാണ്, ഇച്ചിരി ബുദ്ധിമുട്ടിക്കുന്നതാണ്. ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് അത്ര മനസ്സിലാവണമെന്നില്ല, ഇതെന്താ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്. ആൻഡ് ഈ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടിയുണ്ട്. സോ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വേദനകൾ. ചിലപ്പോൾ അത് തലവേദനയായിട്ടാവാം, കൈവേദന, കാല് വേദന, അവിടെ ഇവിടെ വേദന. സോ ഒരു മെഡിക്കൽ കോസ് അതിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യൂഷ്വലി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും സ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഫാമിലിയിൽ നടക്കുന്നുണ്ടോ, ലൈഫിൽ നടക്കുന്നുണ്ടോ, വലിയ ലൈഫ് ഇഷ്യൂസ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരു എന്തെങ്കിലും ഒരു സ്ട്രെസ്സിൻ്റെ ഒരു കാരണം കിട്ടാറുണ്ട്. സോ ഈ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു സിംറ്റംസ് വരുന്നതാണ് നമ്മൾ ഈ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് പറയാം. സോ അതും ഒരു ആങ്സൈറ്റീൻ്റെ പാർട്ടാണ്. ആങ്സൈറ്റിയും സ്ട്രെസ്സും ഡിപ്രഷനും അങ്ങനത്തെ ആ ഗ്രൂപ്പിൽ, ആ കാറ്റഗറിയിൽ പെട്ട തന്നെയാണ് ഇതും. ഈ സൊമാറ്റോഫോം ഡിസോർഡേഴ്സും നേരത്തെ പറഞ്ഞാൽ പലപ്പോഴും ശാരീരിക പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ഡെഫിനറ്റ്ലി സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് ഒക്കെ ഡയറക്റ്റായിട്ട് സൈക്കാട്രിസ്റ്റ് ഓർ ഈവൻ സൈക്കോളജിസ്റ്റ് ഓർ എനി മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് എത്തുന്നത് വളരെ കുറവാണ്. സോ ദേ വുഡ് ഹാവ് ഗോൺ ഒരു പില്ലർ ടു പോസ്റ്റ് നിങ്ങൾ നടന്ന് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതർ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 3-4 ഡോക്ടർമാർ പറയുമ്പോൾ മാത്രമേ
ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് എത്തുള്ളൂ. അവരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാവാം എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പേഷ്യൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടി കാണിക്കുന്നുണ്ട്. കാരണം എനിക്ക് വേദനയാണ്, അപ്പൊ എന്റെ വേദനയാണ് പോണ്ടത്. ദാറ്റ് ഇസ് ദ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ സ്ട്രെസ് ആങ്സൈറ്റീനൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ് പാനിക് അറ്റാക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വെപ്രാളവും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം? പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പം ഒരാൾക്ക് പാനിക് അറ്റാക്ക് വരുമ്പം ഞാൻ ഈ പറഞ്ഞ ആങ്സൈറ്റീൻ്റെ സിംറ്റംസ് ഇല്ലേ, നെഞ്ചിടിപ്പ് കൂടുതൽ, കൈവറക്കുന്നത്, വേർക്കുന്നത്, എന്തൊക്കെയോ ആയിപ്പോന്നുള്ള ഒരു പേടി, അതൊക്കെ ഒരു ലെവലിനെക്കാട്ടും കൂടുതൽ വരുന്ന സമയത്ത്. ആൻഡ് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇത് വരുമ്പോൾ നമുക്ക് അത്ര കൂടുതലായിട്ട് തോന്നില്ല. ബിക്കോസ് നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മുടെ സിറ്റുവേഷൻ മാറുമ്പോഴത്തേക്ക് നമുക്ക് റെഡി ആകുന്നു. ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. അത് വന്ന് ആഫ്റ്റർ 10 to 15 minutes, ഒരു 10-15 മിനിറ്റ് നിലനിൽക്കുകയുള്ളൂ. ബട്ട് ആ 10-15 മിനിറ്റ് വളരെയധികം പ്രശ്നമുള്ള ടൈമാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അത് തനിയെ പോവുകയും ചെയ്യും. ചില ആൾക്കാർക്ക് 15 മിനിറ്റിൽ കൂടുതൽ, ചില ആൾക്കാർക്ക് അരമണിക്കൂർ വരെ നിൽക്കാം. ബട്ട് ആ ഒരു അറ്റാക്ക് എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ്സ് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പം ആ ഒരു അറ്റാക്ക് പോയി കഴിയുമ്പം പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതെനിയും വരുമോ, ഇത് പിന്നാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുറത്ത് പോയാൽ എന്ത് ചെയ്യും. സോ ആ ഒരു ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി ചെറിയ തോതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ ആങ്സൈറ്റി ഇങ്ങനെ കൂടി വരുമ്പം ഒരു ലെവലെത്തുമ്പം പിന്നത്തെ അത് പാനിക് അറ്റാക്ക് ആവും. സോ ഈ പാനിക് അറ്റാക്സ് റിക്കറൻ്റ് ആയിട്ട് വരുമ്പോഴാണ് അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. ബിക്കോസ് അതൊരു ആൾക്കാരുടെ മുന്നിലുള്ളൊരു സെറ്റിംഗ് ആകുമ്പം അതൊരു വിഷമമുള്ള കാര്യമാണല്ലോ. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നും. സോ ആ ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണല്ലോ. അത് തന്നെ പിന്നെ ഒരു സ്ട്രെസ് ഉണ്ടാക്കുകയാണ്. അത് തന്നെ പിന്നെ ഒരു സ്ട്രെസ് ഉണ്ടാകും. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് തന്നെ ചിലപ്പോൾ പിന്നെയും അത് തന്നെ സ്ട്രെസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ആൻഡ് ദ പ്രോബ്ലം ഈസ് ആ സമയത്ത് ഈ പറഞ്ഞ സിംറ്റംസ് കൂടാണ്ട് ഇറ്റ് ഇസ് അത്ര ലെവലിൽ വരെയാണെന്ന് വെച്ചാൽ ആൾക്കാർ ഞാനിപ്പം മരിച്ചു പോകുന്നുള്ള ഒരു സ്റ്റേറ്റ് വരെ എത്തും. ആ ഒരു ഫീലിംഗ് ഇപ്പം എന്തോ പറ്റിപ്പോന്നുള്ള ഒരു ഫീലിംഗ് വരെ എത്തും. ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടലുണ്ടാവും ആ സമയത്ത്. സോ അതൊക്കെ ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ കാണുന്നത് ആൾക്കാർ നേരെ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നതാണ്. അത്രയും ഡിസ്റ്റർബിംഗ് ആണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ബട്ട് പാനിക് അറ്റാക്ക് പേടിക്കാനുള്ള കാര്യമല്ല. നിങ്ങൾ പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ഉള്ള ഒരാൾക്ക് ഒരു റീഅഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ട്, ഒന്നും പറ്റില്ല, ഇത് ശരിയാവും, ഇത് നിങ്ങൾക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്നൊരു റീഅഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ പാനിക് അറ്റാക്ക് പെട്ടെന്ന് പോവും. അപ്പോൾ ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് നമ്മളോടൊപ്പം വന്നതിന്. വിഷാദ രോഗങ്ങളെക്കുറിച്ചും ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഒരുപാട് പേർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും വേറൊരു വിഷയവുമായിട്ട് കാണാം. നമസ്കാരം.